ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് വളാന്തോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചാമുണ്ടി കുന്ന് എന്നാണ് ഈ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ വന്നത് വിഷ്ണുവിനെ കാണാനാണ്. വിഷ്ണുവിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. വിഷ്ണുവിന് പഠന വൈകല്യമാണ്, അതായത് എഴുതാനും വായിക്കാനും അവൻ്റെ പേര് കാര്യങ്ങളൊക്കെ എഴുതും, പക്ഷേ നല്ല രീതിയിലുള്ള ഒരു ഓർത്ത് അങ്ങനെ പഠിപ്പിലുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഒരു പഠിച്ചത് ഓർത്ത് വെച്ച് അങ്ങനെയുള്ളൊരു മറവിൻ്റെ ഒരു പ്രശ്നമാണ്. വേറെ യാതൊരു പ്രശ്നമില്ല, എല്ലാ ജോലിയും ചെയ്യുന്നതാണ്. ടൈപ്പിങ്ങും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ വർക്കിനും ഉഷാറാണ്. ഇവരുടെ സ്ഥലമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നത് ഇവരുടെ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു മുമ്പോട്ടൊരു 7 സെൻറ്റും പിന്നെ വിഷ്ണു, ഇതാണ് വിഷ്ണു കേട്ടോ. എന്തൊക്കെയാ, സുഖമല്ലേ? പിന്നെ മുകളിലോട്ട് 1 ഏക്കർ അല്ലേ? അതെ. അപ്പോൾ ഇവിടെ പിന്നെ റബ്ബറും എന്തൊക്കെയാ കൃഷിയുള്ള? റബ്ബർ, അടയ്ക്ക മരം, തെങ്ങ്, കൊടി, എല്ലാം ഉണ്ട്. എല്ലാ കൃഷി ഐറ്റംസും ഉണ്ട് അല്ലേ? റബ്ബർ പിന്നെ ടാപ്പിങ്ങിനൊക്കെ വിഷ്ണു തന്നെയാണ് അല്ലേ? ഞാൻ തന്നെ. ടാപ്പിങ്ങും കൃഷിയും. ഇങ്ങോട്ട് എത്ര സ്ഥലക്കാരതാ? അത് അപ്പുറത്തെ ആളുകളുടെ. നിങ്ങൾ അതിരേതാ? അങ്ങതാ അടയ്ക്കാമരം നിൽക്കുന്നില്ലേ? അടയ്ക്കാമരം. അത് അതാണ് അതിര് അല്ലേ? ഇവിടെ ഈ ചെമ്പരത്തിൻ്റെ അതിര് അങ്ങനെ ആയിട്ട്. അപ്പോൾ നമുക്ക് എന്നാൽ വീട്ടിലേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. വിഷ്ണു നടന്നോ? ഇവിടത്തേക്കുള്ള വഴി ഇതാണ്. അപ്പോൾ വീട്ടിലേക്കൊരു വഴി ഇല്ലാത്തതിൻ്റെ കൊണ്ട് വീട് വെക്കാനും മറ്റുമായിട്ട് ഒരു 20 സെൻറ്റ് ഇവർ റോഡ് സൈഡിൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യം വരണമെന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങളാരും ബേജാറൊന്നും വേണ്ട. 20 സെൻറ്റ് റോഡ് സൈഡിൽ തന്നെ അവർ വാങ്ങിക്കും. ഈ കാണുന്നതാണ് വീട്. ഇതാണ് റബ്ബർ പാല് അല്ലേ? അതെ. ഇതിങ്ങനെ ഇനി ഉണങ്ങാൻ വെക്കുക ചെയ്യാ? മിഷീനിൽ അടിക്കണം അല്ലേ? അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. അമ്മ ജോലിക്ക് പോയി വന്നയാ? എവിടെയാ പോയേ? തൊഴിലുറപ്പാണോ? അത് ശരി. എന്നാ വിഷ്ണു കയറി ഇരുന്ന് സംസാരിക്കാം. അത് നിങ്ങളെ സ്ഥലം അല്ലേ? മുകളിലൊക്കെ ഉള്ള നിങ്ങളുടേതാണ്. ഓ, പിന്നെ റബ്ബറൊക്കെ നിങ്ങളെയാണ്. അവിടെ മുകളിലേക്ക് 1 ഏക്കർ അല്ലേ? കുരുമുളക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെ. ഇത് റബ്ബർ അടിക്കുന്ന സ്ഥലമാ? അല്ലല്ല, ഇത് തൊഴുത്തുണ്ടായിരുന്നു, പശു ഉണ്ടായിരുന്നു. നമുക്ക് സ്വന്തമായി പശു ഉണ്ടായിരുന്നു. ഇപ്പൊ പശു ഇല്ല. പശുവിനെ കൊടുത്തു. ഞാൻ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് അതെ നോക്കാൻ ആളില്ല, അത് കൊണ്ട് കൊടുത്തതാ. അത് ശരി. ഇനിയിപ്പോ എന്തെങ്കിലും റീക്രിയേറ്റ് ചെയ്യണം. റബ്ബർ ഷീറ്റ് അടിക്കുന്ന അത് ഇവിടെ ഇല്ല, അത് അപ്പുറത്താ മുകളിൽ വേറൊരു വീട്ടിലാ. നിങ്ങൾ തന്നെ? ഞാൻ തന്നെ അടിക്കും. നിങ്ങൾ തന്നെ വീട്ടില് മുകളിലോട്ട്. അപ്പോൾ അതാ ഒരിക്കൽ കൂടെ അതാ പറയാനുള്ളത്. അതായത് ഇവിടെ ഈ പിന്നെ കുന്നമലയാണോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. റോഡ് സൈഡിലല്ലേ 20 സെൻറ്റ് സ്ഥലം വാങ്ങിക്കണ്ടല്ലേ? കാട വേഗം ഒരു വീട് എടുക്കണം അല്ലേ? പെട്ടെന്നൊരു വീട് അവിടത്തേക്ക് എടുക്കും. ഇതവരുടെ ജോലി സ്ഥലവും കാര്യങ്ങളും അവർക്ക് സാമ്പത്തിക ഭദ്രതയും ഒക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നില്ല. റബ്ബർ ഷീറ്റും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ ജോലിയും വിഷ്ണു അല്ല സ്മാർട്ടായിട്ട് ചെയ്യുന്ന. നമുക്ക് ഇരുന്ന് അറിയാം. കാട് വെട്ടും അല്ലേ? കാട് വെട്ടുന്ന വിഷയമുണ്ട്. അപ്പൊ 1 മിനിറ്റ് വെറുതെ നിൽക്കൂല വിഷ്ണു അല്ലേ? ഉള്ള ജോലി തന്നെ. അധ്വാനിക്കുന്ന ചെറുപ്പക്കാരൻ കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പൊ നിങ്ങള് ഇവിടെ വന്നിട്ട് കൊറേ വർഷമായോ? എത്ര വർഷമായി? എനിക്ക് 2 വയസ്സുള്ളപ്പോ കൊണ്ടുവന്ന് എനിക്കിപ്പോ 57 വയസ്സുണ്ട്, 58 വയസ്സ്. അതെ. അപ്പൊ സ്വന്തം നാട് എവിടെയാണോ? ഹരിപ്പാട്. ഹരിപ്പാട് വന്നെയാണല്ലേ? ആലപ്പുഴ ഡിസ്ട്രിക്ട്. അപ്പൊ ഇവിടെ ഒരു 5 ഏക്കർ മേടിച്ചതാണ് എന്റെ അച്ഛനും അമ്മയും. അതെ. അപ്പൊ ഞങ്ങള് 7 മക്കളാ. അപ്പൊ എല്ലാവർക്കും വീതം കൊടുത്തിട്ട് എന്റെ വീതമാണ് ഈ കാണുന്നത്. അതെ. നമ്മള് 1 ഏക്കറിന്റെ അടുത്ത് നമ്മളതുണ്ട് അല്ലേ? അതെ. അപ്പൊ ഈ ഒരു ഏരിയയില് വേറെ വീടൊന്നും അടുത്ത് അങ്ങനെ ഇല്ല. അന്ന് പറഞ്ഞ ഈ പിന്നെ NSSന്റെ സ്ഥലമാണ് ഞങ്ങൾ മേടിച്ചത്. അതെ അതെ. അപ്പൊ ഈ 5 ഏക്കർ വിട്ടാണ് ഓരോരുത്തരുടെ വീട്. അതെ. അങ്ങനെ അതെ 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 അതെ. പിന്നെന്ന് പറഞ്ഞാല് അങ്ങനെ ഇനിയിപ്പോ നമുക്ക് വീടൊക്കെ അടുത്ത് മാറുകയാണല്ലോ അങ്ങോട്ട്. ഇല്ലാത്തോണ്ടാണ് ഈ വീട് ഇവിടെ നമ്മൾ നിലവിലാക്കിയേക്കുന്നത്. അപ്പൊ റോഡ് സൈഡിൽ തന്നെ വീട് വെക്കണമെന്ന് താല്പര്യമുണ്ട്. അതെ. അതിന് മക്കൾക്ക് 2 പേർക്കും വേണ്ടി മേടിച്ചിട്ട 20 സെന്റ്. അതെ അതെ. 2 മക്കളാണ് അല്ലേ? വിഷ്ണുവിന് എത്ര വയസ്സായി? എനിക്കിപ്പോ 31 വയസ്സ്. 31.
അപ്പൊ വിഷ്ണുവിന് ഈ പഠന വൈകല്യത്തിന്റെ ഒരു ബുദ്ധിമുട്ട് അതിനുണ്ടായിരുന്നു അല്ലേ? അതെ അതെ അതെ. എല്ലാ ജോലിയും ഇപ്പൊ കണ്ടല്ലോ നിങ്ങള്. അതെ അതെ. സർട്ടിഫിക്കറ്റ് ഉണ്ട് മറവിയുടെ ഒരു സർട്ടിഫിക്കറ്റ്. അവൻ എന്തെങ്കിലും വെച്ചാൽ മറന്നു പോകുമോ ആ ഒരു കാര്യമേ. വിദ്യാഭ്യാസം കുറവ്. മറവി എന്ന് പറഞ്ഞാല് പിന്നെ നല്ല രീതിയിലുണ്ടോ? നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇല്ല, ചെറിയ തോതില് അക്ഷരങ്ങള് മറന്നു പോകുന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്തെങ്കിലും ജോലിപരമായിട്ട് എന്തെങ്കിലും സാധനം ആരുടെ വെച്ച് മറന്നോ അങ്ങനെ കൊണ്ടുപോകണത് കൊണ്ടുവരും. പക്ഷെങ്കിൽ അവൻ കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുമ്പോഴേ ആ സാധനം പിന്നെ ഒന്ന് തിരയാൻ ഒരു ഇതുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അതേ ഉള്ളൂ. വിദ്യാഭ്യാസത്തിനോ വിശകലനം കുറവ്. അതെ അതെ അതെ. ആ ഒരു മറവിന്റെ ഒരു വിഷയമാണ് മെയിൻ ആയിട്ട്. അപ്പൊ അല്ലെ അത് നമ്മൾ തുറന്നു പറയാം, അതിനനുസരിച്ചുള്ള ആള് മതിയല്ലോ നമുക്ക്. അതെ അത്രേ ഉള്ളൂ പ്രശ്നം. എല്ലാം ക്ലിയറാ, ഒരു പ്രശ്നമില്ല. അതെ 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 അതെ. ഒരു വീട്ടിൽ എന്തൊക്കെ വേണം അതെല്ലാം ചെയ്തോളൂ. ഇപ്പൊ തന്നെ ഒരു വിഷയം കൊണ്ടുവന്നിട്ട് 3 ദിവസം കൊണ്ടാ കാട് കൊത്താൻ പഠിച്ചത്. അതെ. ടാപ്പിങ് 4 ദിവസം കൊണ്ട് പഠിച്ചു. അതെ. അതിനു മുമ്പേ വെട്ടുകല്ലിന്റെ പണിയായിരുന്നു നമ്മുടെ മേശരിമാരുടെ കൂടെ. ആ പണി വേണ്ടെന്ന് വെച്ചിട്ട് പശുവിനെ നോക്കും, എല്ലാ പണിയുണ്ട്. പിന്നെ നമ്മള് പുറത്തു പോകേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ തന്നെ കൃഷിയും കാര്യങ്ങളായിട്ട് വരുമാനം ഉണ്ടല്ലോ നമുക്ക്. അതെ. അപ്പൊ പിന്നെ ഞാൻ ഈ റബ്ബർ ലീസിനെടുത്ത് വെട്ടുന്ന റബ്ബർ ലീസിന് അതുകൊണ്ടല്ലേ. നിങ്ങൾക്ക് എത്ര ഇത് റബ്ബർ ഉണ്ട്? 100 മരം അല്ലേ? എന്നുവെച്ചാൽ തെങ്ങും പ്ലാവും എല്ലാം ഇഷ്ടം പോലെ ഉള്ളത്. ഇഷ്ടം പോലെ 50 മരവേ എടുത്തിട്ടുള്ളൂ. 50 മരവേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. 50 മരത്തിന്റെ ഷീറ്റ് ഈ കണ്ടത്. ഇനി 50 ബാക്കിയാ. അതെ അതെ. ഇഷ്ടം പോലെ വെളിച്ചെണ്ണ, ഇഷ്ടം പോലെ തേങ്ങ അപ്പുറത്ത് കൂട്ടി വെച്ചിട്ടുണ്ട്, കാണിക്കാം. അതൊന്നും വേണ്ട, നമ്മള് ജസ്റ്റ് പിന്നെ അങ്ങനെയല്ല നമ്മളെ കാര്യങ്ങള്. അപ്പോ നിങ്ങളിപ്പോ വീഡിയോ കാണാൻ വിചാരിക്കണ്ടാവും ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ. കാരണം ഒക്കെ പറയണം, കാരണം ഇവരുടെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുക തന്നെ വേണം. വരുന്ന പെൺകുട്ടികൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ വരുമോ എന്നുള്ളത് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ വന്ന് ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് കല്യാണം നോക്കുന്നത്. വിഷ്ണുവിന് വേറെ യാതൊരു പ്രശ്നമില്ല, ഈ മറവീൻ്റെ വിഷയമാണ്. മറവി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, അതായത് പഠന വൈകല്യത്തിന്റെ മറവി മാത്രമല്ല, അല്ലാണ്ട് എന്തെങ്കിലും ഒന്ന് വെച്ചാൽ അങ്ങനെ ചെറിയ രീതിയിൽ മറന്നു പോകുന്നതും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അതിനനുസരിച്ച് ഭയങ്കര എക്സ്ട്രീം ലെവലൊന്നും അല്ല, ജോലി കാര്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അതിനൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാർട്ണർ ആണെങ്കിൽ റബ്ബർ എത്തും. അതെ അതെ, സൂപ്പറായിട്ട് റബ്ബർ എത്തും. അതെ. പിന്നെ നല്ലോണം കാടടിക്കും. മേശരിമാരുടെ കൂടെ നടന്നാൽ അവര് വിടാത്ത രീതിയിൽ പണി ചെയ്യും. അതെ, ഏത് കാര്യവും ചെയ്തുകൊണ്ടിരിക്കും. അതെ 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 അതെ. ഏത് പണിക്കും വീറും വൃത്തിയും വേണം. അവൻ അതേപോലുള്ള പണിയാണ് ചെയ്യുന്നത്. അപ്പം പശുവിനെ കറവയുണ്ടായിരുന്നു. അപ്പം കുഞ്ഞിന് വേറെ ഒരു പണി വന്നതുകൊണ്ട് ആ പശുവിനെ അങ്ങ് കൊടുത്തു. അങ്ങനാണ് പശുക്കൂട് ഫ്രീ ആയിട്ട് ഇപ്പൊ കിടക്കുന്നത്. ആരേലും ഒരു പിന്തുണയും കൂടെ ഉണ്ടെങ്കിൽ അവൻ ആ ഒരു പശുവിനെ മേടിക്കുകയും ചെയ്യും, നോക്കുകയും ചെയ്യും. തന്നെ സൊസൈറ്റിയാണ് നമ്മളിപ്പോ ഈ വണ്ടി തിരിച്ചെടുത്ത് തന്നെ സൊസൈറ്റി, പാൽ സൊസൈറ്റി. ഒരു എറണാകുളത്ത് ഈ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ട് അവിടെ ജോലി ചെയ്യുക. വിഷ്ണുപ്രസാദ്. അത് ശരി. അപ്പൊ നമുക്ക് എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം വിഷ്ണു? സെയിം ഏജ് വരെ ഒക്കെ നോക്കിക്കൂടെ? ദൂരം പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. എവിടെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. എവിടെയാണേലും വരുന്ന പെണ്ണ് ഞങ്ങളുടെ മോളാ. അതെ, ഞങ്ങൾക്ക് അതേപോലെ സംരക്ഷിക്കാനേ പറ്റുള്ളൂ. തീർച്ചയായും. ഞങ്ങൾ വേറൊരു കണ്ണുകൊണ്ട് കാണുന്നതല്ല. പിന്നെ അതുപോലെ എന്റെ കുഞ്ഞിന് വരുന്ന മോള് എന്റെ മോളാ. അതെ, അതൊക്കെ ഒരു ഇച്ചിരി ഉരുപ്പടി കൊണ്ടിട്ടിട്ട് ഞങ്ങൾ വിളിച്ചോണ്ട് വരാവുന്നുള്ള ഒരു മനസ്സാക്ഷിയുള്ളവരാ. അല്ലാണ്ട് ഒന്നും മോഹിച്ചിട്ടല്ല. എന്റെ കുഞ്ഞിനെ ആ കുഞ്ഞ് വന്ന് നല്ലോണം അവിടെയും കൂടെ ഒരു തുണ വേണം. തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. അങ്ങനെ അതാണ് ഞങ്ങളൊന്നും ചോദിക്കുന്നുമില്ല, ചോദിക്കത്തുമില്ല, ഒന്നും പറയത്തുമില്ല. അവളൊന്നും കൊണ്ട് വരണമെന്നും ഞങ്ങൾ പറയത്തില്ല. ഒരു ഉടുതുണി മേടിച്ചു കൊടുത്ത് ഞങ്ങൾ റേഷൻ മാരേജ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ള ഒരു മനസ്സാക്ഷിയുണ്ട്. അവക്ക് മാല വരെ ഞങ്ങൾ എന്റെ മോന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് കൊണ്ടിട്ട് കൊണ്ടുവരാമെന്നുള്ളതാ. ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെയുള്ള ആലോചന നമ്മൾ നോക്കുന്നുണ്ടോ? ചെറുതായിട്ടൊക്കെ. ചെറുതായെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു
വിദ്യാഭ്യാസം വേണം മോനെ. വിദ്യാഭ്യാസം വേണം. എന്താന്ന് അറിയാമോനെ, ഒരു പഞ്ചായത്തിലായാലും വില്ലേജിലായാലും ബാങ്കിലായാലും ഒക്കെ പോകണം. അതിനൊരു ഇച്ചിരി വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടി. കുഞ്ഞിനൊരു സഹായി അങ്ങനെയൊക്കെ വേണം. അതെ. ആ, അവന് വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് ഒരു പഞ്ചായത്തിൽ പോകാനായാലും ഒരു വില്ലേജിൽ പോയി ഇത്തരം സ്ഥലമുണ്ടല്ലോ, കരം തീർക്കണമല്ലോ. എന്നും ഇപ്പൊ ഞങ്ങളൊരു തുണയല്ലല്ലോ. അതെ. അതുകൊണ്ട് അതൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സാക്ഷിയുള്ള ഒരു പെൺകുട്ടിയായിരിക്കണം. അതിനുള്ള ഒരു വിദ്യാഭ്യാസം വേണം. അവിടെ വീടെന്നുള്ള സങ്കല്പത്തിൽ തന്നെ അവള് സങ്കല്പത്തിൽ തന്നെ ജീവിക്കണം കുഞ്ഞ്. എന്നുവെച്ചാൽ ഈ മൂല്യം അവർക്കുള്ളതാ, ഞങ്ങൾ കൊണ്ടുപോകുന്നില്ലല്ലോ. അവർക്കുള്ളതാണ് ഇത്. അപ്പൊ ഞങ്ങളുടെ എന്ത് സഹായം ഉണ്ടെങ്കിലും എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്ക് പിന്തിരിവോ ഒന്നുമില്ല. ഇപ്പൊ ഇത് 15 വർഷമായി മോനെ വീട് വെച്ചിട്ട്. ഇതിന്റെ കാലാവധി കഴിഞ്ഞു. അതിനാണ് അപ്പുറത്തെ സ്ഥലം എടുത്തിട്ടേക്കുന്നത്. ഇതിപ്പോ നമുക്ക് ഇവിടെ റോഡ് ഇല്ലാത്തതിന്റെ പേരിലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വിഷ്ണുവിന് പറ്റിയ ഒരു പാർട്ട്ണറെ കണ്ടെത്തുക. വേറൊന്നും പറയാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞല്ലോ. വിഷ്ണുവിന് 31 അത് 31 വരെ നമുക്ക് നോക്കുകയും ചെയ്യാം. ചെറിയൊരു ബുദ്ധിമുട്ട്, കൈക്കോ കാലിനോ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് പ്രശ്നമില്ല. പക്ഷെ പഠന വൈകല്യം ആവരുത് എന്നാണ് അമ്മ പറഞ്ഞത്. കാരണം ഒരു ബാങ്കിലോ കാര്യങ്ങളൊക്കെ പോകാനും ഒരാൾക്കൊരു പഠനത്തിലൊരു അറിവ് വേണമല്ലോ. പിന്നെ ഡിവോഴ്സ് ആയതോ ഭർത്താവ് പെട്ടെന്ന് മരിച്ചതോ അതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ചിട്ട് ഓക്കെ ആണെന്ന് നമുക്ക് ചെയ്യാം. നിങ്ങൾ വിളിക്കാതിരിക്കണ്ട, നിങ്ങൾ വിളിക്കുക, അന്വേഷിച്ചിട്ട് നമുക്ക് ചെയ്യാം. വേറെ എന്തെങ്കിലും അച്ഛാ പറയാനുണ്ടോ? വേറെ ഒന്നുമില്ല മോനെ. അപ്പൊ എന്റെ കുഞ്ഞിന്റെ നാളും മകവാ. അതെ അതെ. ഞാൻ മറ്റവനെ വിഷ്ണുവിന്റെ മകൻ അല്ലേ? വിഷ്ണു അല്ല, ഇത് കൃഷ്ണപ്രസാദ്. ഇത് കൃഷ്ണപ്രസാദ് എന്നാ പേര്. വിഷ്ണുവാണ് ഇത് അയച്ചു തന്നത്. ഇവൻ ചെറിയൊരു തെറ്റ് വീഡിയോയിൽ പറ്റിയേക്കും. അപ്പൊ അച്ഛനും അമ്മയും ഒന്നും പറഞ്ഞില്ല, ഞാനും അങ്ങനെ പോയി. അപ്പൊ ബ്രോന്റെ പേരെന്താ? കൃഷ്ണപ്രസാദ് എന്നാ പേര്. നമ്മൾ ഇത്രയും നേരം വിഷ്ണു എന്നാണല്ലോ വിളിച്ചോണ്ടിരുന്നത്. തുടക്കത്തിലും വിഷ്ണു എന്നാ പറഞ്ഞത്. അത് പേരിലൊരു തെറ്റ് പറ്റിയതാണ് കേട്ടോ. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ പേരെന്താന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞു. അപ്പോൾ അത് മറ്റേ ആളേനു. അപ്പോൾ ഞാൻ ചോദിച്ച പുള്ളീൻ്റെ പേര്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അല്ലെങ്കിൽ പേരിലൊന്നും അല്ലല്ലോ, എന്തെങ്കിലും പറയാം. ആളെ പേര് കൃഷ്ണപ്രസാദ് എന്നാണ് കേട്ടോ. നമ്മൾ വിഷ്ണു എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റ് പറ്റിയതാണ്. അപ്പോൾ അത്രേ പറയാനുള്ളൂ, കൂടുതലായിട്ടൊന്നും ഇല്ല അല്ലേ? അപ്പോൾ നല്ലൊരു ആലോചന വരട്ടെ അല്ലേ? അതെ. ഞങ്ങൾ നായന്മാരാണ്. പക്ഷേ ഞങ്ങൾ ജാതി ചോദിക്കുന്നില്ല. എന്താണെന്നറിയാം, എൻ്റെ കുഞ്ഞിന് പറ്റിയ ഒരു പെൺകുട്ടി വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ജാതി നോക്കുന്നില്ല. തീർച്ചയായിട്ടും ഒരു ജാതിയും അത് അങ്ങനത്തെ ഒരു സംഭവം നമുക്കില്ല. നല്ലൊരു പെൺകുട്ടി ആവുക, വിഷ്ണുവിനെ ചേർത്ത് പിടിക്കുന്ന ഒരാളാവുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ കൂടുതലായിട്ടൊന്നും ഇല്ല. നമ്മൾ കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഇനി നിങ്ങൾ മുമ്പോട്ട് വരിക എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ശരി, എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ.